മതിയല്ലോ. രക്ഷപ്പെടുത്താൻ കഴിഞ്ഞവർ എത്ര പേര്, അങ്ങനെയുള്ള കണക്കുകൾ എന്തെങ്കിലും? മെഡിക്കൽ കോളേജിൽ ചെന്ന നമ്പറിൽ കുറച്ച് പേര് മറ്റേ റെഡ് സോണിലുണ്ട്, കുറച്ച് പേര് പിന്നെ ബേൺസ് യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിൽക്കുന്നു. ചെറിയ ചെറിയ പേർക്ക് പറ്റി 1-2 പേരുമുണ്ട്. ഇതിപ്പോൾ 6 പേരാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. അവിടെ എത്തിയതിൽ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചില്ലേ? നമുക്ക് സാധ്യമാകുന്ന ഏതൊക്കെ തരത്തിലുള്ള ഇതിപ്പോൾ അണയ്ക്കാനുള്ള എത്ര യൂണിറ്റുകൾ, പരമാവധി യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ് അറേഞ്ച് ചെയ്യണം, അത് മറ്റു സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി വൈകിയും നമ്മൾ പരിശോധന നടത്തിയത്, പ്രാഥമിക പരിശോധന, ഡ്രോൺ പരിശോധനയിൽ അത് അവര് വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും കറക്റ്റ് അല്ല, നമുക്ക് അവരിൽ നിന്ന് എടുക്കണല്ലോ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയണത് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിൽ രാത്രിയിൽ നമ്മൾ രക്ഷാപ്രവർത്തനം തുടരാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അതിനു വേണ്ടിയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇത് പടക്കാണല്ലോ. യെസ്, നമ്മളെല്ലാവരും കൂടി എന്തായാലും സ്ഥലം MLA സേവ്യർ 6 പേരാണെന്ന് പറയുന്നു. 6 പേർ മരിച്ചു എന്ന ഇപ്പോൾ MLA 6 പേർ മരിച്ചു എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളോട് മാറി നിൽക്കാനാണ് പറയുന്നത്. പോലീസ് പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുന്നു. ആ മേഖലയിൽ നിൽക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പോലും അവിടെ ഉഗ്ര സ്ഫോടനങ്ങൾ നടക്കുകയാണ്. വലിയ തോതിൽ തീപിടുത്തം നടക്കുകയാണ്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ആ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. സ്വാഭാവികമായി ആ മേഖലയിൽ ഇപ്പോഴും ആ തീപിടുത്തത്തിന്റെ അല്ലെങ്കിൽ ആ സ്ഫോടനത്തിന്റെ ശബ്ദമാണ് അത്ര കണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ മേഖലയിൽ നിന്ന് ഇതിന്റെ മേഖലയിൽ നിന്ന് കൃത്യമായ രീതിയിൽ ആളുകൾക്ക് മാറി നിൽക്കാൻ കർശനമായ നിർദ്ദേശം കഴിഞ്ഞു. സംബന്ധിച്ചിടത്തോളം, ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടേക്ക് എത്തിപ്പെടണം. അപ്പോൾ ഈ ഡ്രോൺ പരിശോധന നടത്തിയതിനു ശേഷം ഇല്ലാത്ത മേഖലകളിൽ ഈ തീ കൂടുതൽ പടർന്നു പിടിക്കാത്ത മേഖലകളിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിനും ഒരു തടസ്സം വന്നത് ഇത് തന്നെയാണ്. അത് ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കാര്യം തന്നെ പോകരുത് എന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുള്ളത്. കൂടുതൽ ആളുകളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. MLA യുടെ കേട്ടതാണ്. MLA വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. 6 പേർ അവർക്ക് ജീവനില്ല, അവിടെ എത്തുമ്പോൾ ജീവനില്ല. ബാക്കി ഏതാണ്ട് ഒരു 12ഓളം പേരെ നമ്മൾ അങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ നമ്മളോട് ഇങ്ങോട്ട് മാറി നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇന്ന് രാത്രിയും ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് MLA യുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലും ഒക്കെ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രി അടക്കം ഇത്തരത്തിൽ ഈ പറയുന്ന ഇവിടെ പരിശോധനകൾ തുടരും, അത് ഉറപ്പാണ്. കാരണം കൂടുതൽ ആളുകൾ അതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജീവനുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നത് തന്നെയാണ് ഇപ്പോഴും ആ ഒരു മേഖലയിൽ വീണ്ടും കത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു പടക്കപ്പുരയുടെ ഒരു മേഖലയാണ്. ഏതാണ്ട് 6-ലധികം വരുന്ന പടക്കപ്പുരകൾ, ചെറുതും വലുതുമായ പടക്കപ്പുരകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത്ര കണ്ട് വലിയ ഒരു മഗസിനാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണുന്നത് അതുപോലെ അമർന്ന് കത്തുമ്പോൾ വീണ്ടും പെട്ടെന്ന് തീ ഉയരാൻ കാരണം ഇതിങ്ങനെ സ്ഫോടനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത് കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തപൂർണമായ ഒരു ദുരന്ത ഭൂമിയിലാണ് മുണ്ടത്തിക്കോട്, അല്ലെങ്കിൽ ആ ഒരു മുണ്ടത്തിക്കോട്ട് ദുരന്ത ഭൂമിയിലാണ് എന്ന് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. എന്തായാലും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് എത്രയും പെട്ടെന്ന് ആ തീയൊന്ന് അണയ്ക്കുക, അല്ലെങ്കിൽ ഒരു മേഖലയിലേക്ക് കയറിക്കൂടുക, അതിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ എടുക്കുക. അതിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒരിറ്റ് ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പരമാവധി ആ ഒരു ജീവന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക. പക്ഷേ അതിനൊക്കെ തടസ്സം ഇത് തന്നെയാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും ഇപ്പോഴും ആ സ്ഫോടനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രദേശം, ഈ മേഖല ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയാം. അത്രയേറെ ആളുകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. തീപ്പൊള്ളലേറ്റ ആളുകളുണ്ട്, റെഡ് സോണിലുള്ള കുറച്ചധികം ആളുകളുണ്ട് എന്നാണ് MLA പറഞ്ഞത്. അതായത് ഈ പരിക്കേറ്റ് കൊണ്ടുപോയവരിലടക്കം റെഡ് സോണിലുള്ള കുറച്ചധികം ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ആളുകളെ പൂർണ്ണമായി ആ മേഖലയിൽ നിന്ന് മാറ്റുന്നുണ്ട്. BJPയുടെ ജില്ലാ അധ്യക്ഷനും അതുപോലെ CPMന്റെ നേതാക്കളും ഒക്കെ തന്നെ എല്ലാവരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ടിന് വേണ്ടി പടക്കം സൂക്ഷിച്ചിരുന്ന മേഖലയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.